നല്ല ചുട്ടെടുത്ത തക്കാളി ചമ്മന്തി ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നും ചോറിന് അത് മാത്രം മതിയാവും. നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് 3 നന്നായിട്ട് പഴുത്ത തക്കാളി എടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്ത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള 4ആയിട്ട് കട്ട് ചെയ്തും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് 2 വശം ഇതേപോലെ എല്ലാം നല്ലോണം ചുട്ടെടുത്ത് കഴിയുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. തക്കാളി വേറൊരു പാത്രത്തിലേക്കും അതേപോലെ തന്നെ നമ്മുടെ സവാളയും വെളുത്തുള്ളിയും വറ്റൽമുളക് ചൂടാക്കിയതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സവാളയും വെളുത്തുള്ളിയും വറ്റൽമുളക് നന്നായിട്ട് ഉള്ളിക്കല്ലിൽ വെച്ച് ഒന്ന് ചതച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ തൊലി കളഞ്ഞ തക്കാളിയും കൂടി ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിക്കല്ലിൽ വെച്ച് പതുക്കെ ഒന്ന് ചതച്ചെടുക്കുകയോ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഉള്ളിയുടെ മിക്സിൻ്റെ കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലുണ്ടല്ലോ എൻ്റെ അമ്മോ, ആ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ മാത്രമേ നിങ്ങൾ തക്കാളി ചമ്മന്തി റെഡിയാക്കി നോക്കുകയുള്ളൂ. ട്രൈ ചെയ്ത് നോക്കി നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കാം കേട്ടോ.